എല്ലാവർക്കും ആമേൻ ഹല്ലേലൂയ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ കേട്ടതുപോലെ ആമേൻ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകാതിരിക്കേണ്ടതിന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദിനങ്ങളായി മാറട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ദൈവം എത്ര വിശ്വസ്തനായി ഇന്ന് പകൽക്കാലം നമ്മളെ കൂട്ടിവരുത്തി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളോ ബലഹീനതകളൊന്നും ഓർക്കാതെ ആമേൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആവശ്യമായ എല്ലാ നന്മകളും കൃപകളും കർത്താവ് തന്നു. ഇന്ന് പകൽക്കാലം ആലയത്തിലേക്ക് കടന്നു വന്നത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ആമേൻ ഭവനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, നമ്മൾ പാർക്കുന്ന കമ്മ്യൂണിറ്റിക്ക് അനുഗ്രഹമായി തീരുവാൻ, നമ്മൾ പാർക്കുന്ന ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടയാകേണ്ടതിനായി ദൈവത്തിന്റെ സകല നന്മകളും കൃപകളും നമ്മുടെ മേൽ ചൊരിയേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നോഹയും കുടുംബവും ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രളയത്തിന് ശേഷം ആമേൻ പെട്ടകത്തിൽ നിറങ്ങി ആമേൻ കർത്താവിന് ഒരു യാഗം അർപ്പിച്ചു. ആ യാഗത്തിന്റെ സുഗന്ധം ആമേൻ ഉയർന്നു വന്നതായ ആമേൻ സ്തോത്രം ആ സുഗന്ധവും എൻ്റെ കർത്താവിന്റെ സന്നിധിയിലെത്തി. സ്വർഗം അത് മണത്തിട്ട് ആമേൻ സ്തോത്രം നോഹയോട് ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി നോഹയുടെ കുടുംബത്തിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് ആമേൻ സ്തോത്രം ഭൂലോകമെമ്പാടും ആമേൻ ഞാൻ ഇനി പ്രൈസ് പ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല, വലിയൊരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉറപ്പും ഒരു ഉടമ്പടിയും കർത്താവ് ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളിവിടെ കഴിക്കുന്ന ആരാധന, നമ്മളിവിടെ കഴിക്കുന്ന യാഗം ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം, നമ്മൾ കഴിക്കുന്ന സ്തോത്രം എന്ന യാഗം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ യാഗത്തിൽ പ്രസാദിച്ച് ദൈവം മണത്തിട്ട് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ ഉടമ്പടി ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനയും നമ്മുടെ യാഗങ്ങളും പ്രസാദിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം ദൈവമക്കളെ ദേശത്തിന് വിടുതലായി തീരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നാം ഒരുങ്ങി വന്ന് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗങ്ങൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം പ്രസാദകരമായി തീരുവാൻ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ ആമേൻ ഹല്ലേലൂയ. അതിനത്തിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന സ്തോത്രയാഗത്തിൽ അങ്ങേക്ക് പ്രസാദിപ്പാൻ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലെ നിരൂപണങ്ങൾ, ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ കർത്താവെ കുറവുള്ളത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മനഃപൂർവ്വമായി ഞങ്ങളോട് ക്ഷമിച്ച് ആമേൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. കർത്താവെ ഞാൻ ഹൃദയത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ പറയുന്നപ്പാ ഞങ്ങളുടെ കുറവുകളെ നീ പരിഹരിക്കണമേ. ഓർക്കല്ലേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അതരങ്ങളിലുള്ള ജൽപ്പനങ്ങളല്ല, മറിച്ച് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തോത്രയാഗം അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് പുറമേ കാണുന്ന പ്രൈസ് ദി ലോർഡ് സ്തോത്രം പ്രകടമായ കാര്യങ്ങളിലല്ല, മറിച്ച് ആമേൻ ആന്തരികമായ ഒരു സമർപ്പണം നമ്മൾക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ ആന്തരികമായി ദൈവമായി നല്ലൊരു ബന്ധത്തിൽ നാം ആമേൻ സ്തോത്രം പുലർത്തുന്നുവെങ്കിൽ ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ അത് സൗഖ്യമായി തീരും. ഹല്ലേലൂയ. വിടുതലിന് കാരണമായി തീരും ദൈവമക്കളെ. ഹല്ലേലൂയ. അതിനായി നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിയാതിരിക്കുന്നവരല്ലോ. ഹല്ലേലൂയ. ആമേൻ ചിന്തകളിട്ട് ഭാരങ്ങളിട്ട് ആരാധനയിൽ നിന്ന് പിൻവലിപ്പിക്കുന്ന മന്ദീഭവിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ആമേൻ നമ്മുടെ ചിന്തകളിൽ കൊണ്ടിട്ട് ഹല്ലേലൂയ ആമേൻ ഇന്നലെ കേട്ടതുപോലെ സകലം അസ്തമിച്ചെന്ന് തോന്നിയ സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ നിരാശപ്പെടുവാനല്ല, പിന്മാറി പോകുവാനല്ല, അസ്തമിച്ച സ്ഥാനത്ത് ഒരു പുതിയ അനുഭവത്തിനായി, ഒരു ദർശനത്തിനായി ഹല്ലേലൂയ ദൈവം നമ്മളെ ഒരുക്കുന്ന പദ്ധതിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒട്ടും പിന്മാറാതെ, ഒട്ടും പിന്മാറാതെ ആമേൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ എൻ്റെ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സകലതും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആമേൻ എനിക്ക് പറയാനുള്ളത് കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് എനിക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം
അവൻ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ട്, അന്ധകാരത്തിന്റെ പോരുകളുണ്ട്. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അന്യായ പോരുകൾ, ബന്ധനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരീരത്തെയും അതിന്റെ നന്മകളെയും പൊതിഞ്ഞ് അവൻ ബന്ധിച്ചിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് പകൽക്കാലം വിടുതൽ പ്രാപിപ്പാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ ജയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മുടെ സമർപ്പണത്തിന്റെ മേൽ, നമ്മുടെ തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നന്ദി ഭവിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് ആ ബന്ധനങ്ങളിൽ അഴിച്ചു മാറ്റുവാൻ എന്റെ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. അതിന്റെ പകൽക്കാലത്തെ ആരാധനയിൽ വെളിപ്പെടുവാൻ, ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ അത് വെളിപ്പെടുന്നത് കാണുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കാണുവാൻ ഇടയാകട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord, ഹല്ലേലൂയ. രക്തത്താൽ ജയം, 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 രക്തത്താൽ ജയം. ആരാധനയുടെ അനുഗ്രഹത്തിനായി, ആമേൻ, സ്തോത്ര സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായി, ആമേൻ, ഹല്ലേലൂയ. മക്കളെ കൂട്ടിവരുത്തേണ്ടതിനായി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഇറങ്ങി വരേണ്ടതിനായി നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, സഭയെ വഹിച്ചുകൊണ്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു സഹോദരിക്ക്, ഒരു സഹോദരന് ചുരുക്കമായി ആമേൻ ശബ്ദം ഉയർത്തി സഭയെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. കടന്നുവന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. As we come together in the presence of the Lord with one accord, let us praise God and see the glory of God. And those who are watching on the online, welcome you all. And hallelujah, you will be blessed to this ministry, this service. So thank you all for watching the online. ആമേൻ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ആമേ സ്തോത്രം. ഇംഗ്ലീഷ് വർഷത്തിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. Praise the Lord, church. Let's all rise up for worship. Our gracious Heavenly Father, thank you for this time we've given us, Father God, to just come before you and lay down at your feet, Lord. We give you all the praise, Father, all the glory and honor, Lord. Every breath in our lungs, Father, it's just to praise you, Father. That's our sole purpose on this world, Lord. Let us be able to just sing out loud your name, Lord. How great your name is. What a God we serve.
So let's sing out with all our breath, with all that we have, to sing His name. And we sing. You give life, you are love, you bring light to the darkness, you give hope, you restore every heart that is broken.
all the earth shout. Amen. Hallelujah. His glory, His praise. Hallelujah. Amen. Let us together praise the Lord. Hallelujah. Shout His praise. Hallelujah. Amen. Shout your praise. Hallelujah. Let us praise the Lord. Hallelujah. Oh, hallelujah. Hallelujah. He gives life. Hallelujah. Amen. Hallelujah. So He is love. Hallelujah. He brings light in the darkness. Hallelujah. Oh, hallelujah. He is great Lord. Hallelujah. He is the greatest God. Hallelujah. He is the loving God. Hallelujah. The mighty God. Hallelujah. His presence is in our midst. Hallelujah. Oh, hallelujah. 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 Praise the Lord. Hallelujah. His breath is in our lungs. Hallelujah. Oh, glory. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. He is our defense. Hallelujah. He is our righteousness. Hallelujah. Let us praise God. Hallelujah. Praise in the Lord. Praise in the Lord. Praise in the Lord. Hallelujah. Amen. We are experiencing the presence of the Lord in this week. Amen. In this wonderful hall. Hallelujah. Praise the Lord. Hallelujah. We are experiencing the presence of the God. We are experiencing the power of the Holy Spirit in this sanctuary. Hallelujah. Oh, let us receive the Lord. Hallelujah. Let us receive the power of the Lord. Hallelujah. Worship Lord. Hallelujah. With all our shout. Hallelujah. With all our voice. Hallelujah. Let us praise the Lord. He is our defense. He is our righteousness. Gracious Lord, we come to your presence again. Hallelujah. Thank you, Lord. Thank you for your wonderful presence, the mighty presence in our midst. Lord, thank you, Lord. Hallelujah. Lord, hallelujah. We can experience your presence, Lord, this morning. We can experience the power of the Holy Spirit in this morning. Hallelujah. As we worship together, Lord. Hallelujah. The power flow out from here and to the each family house, houses, Lord. Lord, we especially pray for the sick people, those who could not come to this sanctuary today, Lord. Hallelujah. To worship you. Oh, in the name of Jesus. Hallelujah. In the name of Jesus, as we pray together, let them experience the power of God. Let them experience the healing presence of the Lord. Our right moment, Lord. Hallelujah. In the name of Jesus. Hallelujah. Hallelujah. Praise the Lord, Lord, as we sit in the presence of the Lord. Hallelujah. Help us to wait until you, Lord. Let the power of the Holy Spirit move among us, Lord. We welcome you, Lord. We welcome you, Lord. Fill with your Spirit, Lord. Hallelujah. Praise the Lord. Kartave, ninne ഒന്ന് അനുഭവിച്ചറിയൂ. ആദ്യം അവിടുത്തെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെയാണ് കർത്താവ്. ഒരു പുത്തൻ ശക്തി പ്രാപിച്ചവരായി, വിടുതൽ പ്രാപിച്ചവരായി മടങ്ങി പോകുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ കർത്താവ്. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം എല്ലാവർക്കും ചേർന്ന് ആമേൻ. സങ്കീർത്തന വായനയ്ക്കായി നമുക്ക് ആമേൻ സ്തോത്രം. ആമേൻ. മുന്നോട്ട് കടന്നാൽ കം ഫോർവേഡ്. ആമേൻ. സ്തോത്രം. പിതാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിലുണ്ട്. യാത്ര ചെയ്ത് ആളസിന്ന് മധുവനായിട്ട് ഇടയായി. ആമേൻ. സ്തോത്രം. അതേസമയം ഇവിടെ കാണുകയില്ല. ആമേൻ. സ്തോത്രമായ വിഭവത്തിലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. സ്തോത്രം. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസലോട് ശാരീരികമായ ശക്തി ബലവും കർത്താവ് കൊടുക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. സങ്കീർത്തന വായനയ്ക്കായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കും.
Praise God. Let's open our Bibles to Psalm 139. Oh Lord, you have searched me and you know me. ഞാൻ ഇരിക്കുന്നതിലേക്ക് നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. You discern my going out and my lying down. You are familiar with all my ways. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാടിനില്ല. You hem me in behind and before. You have laid your hand upon me. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു. Where can I go from your spirit? Where can I flee from your presence? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിന്റെ കടക്ക് വിളിച്ചാൽ നീ അവിടെയുണ്ട്. If I rise on the wings of the dawn, if I settle on the far side of the sea, അവിടെ നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലക്കൈ എന്നെ പിടിക്കും. if I say, surely the darkness will hide me and the light become night around me. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. For you created my inmost being, you knit me together in my mother's womb. ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്യത്ഭുതമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. My frame was not hidden from you when I was made in the secret place, when I was woven together in the depths of the earth. ഞാൻ ഉണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമത്തിന്റെ നാളുകൾ എഴുതിക്കപ്പെട്ടു. ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. How precious to me are your thoughts, O God, how vast is the sum of them. അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ വളരുമ്പോൾ ഇനിയും നിന്റെ അടുത്തിരിക്കുന്നു. If only you would slay the wicked, O God, away from me, you bloodthirsty men. Do I not hate those who hate you, O Lord, and abhor those who rise up against you? ഞാൻ പൂർണ്ണാത്മത്തോടെ അവരെ അന്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായിരുന്നു. Let's read the last two together. Search me, O ദൈവമേ, എന്റെ God. ശോധനയെ നിനക്ക് അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിധങ്ങളെ അറിയണമേ. എന്റെ പെട്ടെന്നുള്ള മാർഗ്ഗം നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. Father in heaven, thank you, Lord, for bringing us together, O Lord, on this Sunday, O Lord, to worship your holy name, O Lord. We want to thank you, O Lord, for keeping us safe during the past 1 week, O Lord, and being with us wherever we may. We pray for this word that you have given to us, O Lord. We pray that you help us to understand and also pray that we be a blessing. Pray for the blessing of the worship service. In Jesus' name, amen. You can all sit down. Psalm 139 is a beautiful verse that's written by King David. We all know who King David is. He's the young a shepherd boy who became a king. And he was the second king of Israel. And he's also, when you read through all the Psalms, you see that he has a very, he has a good connection with God, and in fact he's also described as a man after God's own heart. This is a beautiful psalm that is written by King David, and when you read through it, Psalm 1 to 6, it talks about God's omniscience. Omniscience basically means that God knows everything. So it's kind of going through how God knows everything. Even before you are thinking of something, He knows. Even before when the word is on your tongue, He knows what you're going to say. So it really talks about the one powerful attribute of our God. From 7 to 12, it talks about God's omnipresence. God is omnipresent. We all know that. But what it means is basically He's everywhere. And David describes it in depth. Like, where can I go from your spirit? Where can I flee from your presence? If I go up to heavens, you are there. If I make my bed in the depths, you are there. It just shows that God is everywhere, everywhere. Psalm 139, 13 to 16, it really describes, especially when you read through the first 1 to 12, and then when you read 13 to 16, you see how God is omnipresent, also omniscience, but He's also thinking about you. 13 to 16, it talks about how
you are made, how you are made even before you are formed in your mother's womb, and how He has been thinking about you. The Son marvels at being, how you, each one of us, is actually fearfully and wonderfully made in the womb. It emphasizes that you and I are not a mistake. It's not something that we were formed just because, of some biological reasons. But God is the one who has formed you, and He always has a purpose for you. It just shows that your life, whatever is happening in your life, it's not a mistake. You're not going through things alone because I'm stuck over here, or I'm having health issues, or whatever it is. It's just God knows everything. Especially before you were born, He knew all that. Psalms 139, 17 to 18, it talks about God's thoughts about you. Imagine a God who's so powerful, who created the heaven and the earth, who's omnipresent, omniscient. He's also thinking about you. That's what 17 and 18 talks about. How precious to me are your thoughts, O God. How vast is the sum of them. Were I to count them, they would outnumber the grains of the sand. When I awake, I am still with you. It just shows that God is always thinking about you. Imagine someone being so powerful, and there's so many things going around in this world, but God is actually thinking about you. And it shows how much He loves us. And that is the reason why He sent His one and only begotten Son to save us. When you read 2 Peter chapter 3, verses 9, it says, "The Lord is patient with you, not wanting anyone to perish, but everyone to come to repentance." It just says that how much He wants each one of us to be saved. Even for the ones who are listening online, if you haven't been saved, that's something a message for you, because it just shows how much, whatever problems you're going through, you are not alone. And God is watching over you, and He knows, and He wants you to be saved from whatever problems that you have, but also wants you to be saved from perishing in the depths of hell. Psalms also talks about how countless God's thoughts are. That's what He's saying about the sands, the grains of sand. You can't number the sand, right? So, but it states that they are numerous as grains of sand on the earth, and it shows that God loves us from it is always thinking about us, and is also wants to provide for all our needs. When you read Matthew chapter 6, 26 to 27, Jesus says, "Look at the birds of the air; they do not sow or reap or store away in barns, and yet your heavenly Father feeds them. Are you not much more valuable than they? Can any one of you, by worrying, add a single hour of your life?" It just shows that whatever problems that you are going through, whether it's health issues, work issues, with your kids, or whatever it is, remember, God is always thinking about you. The God who created the heaven and the earth, put the stars in their place, who numbered them, who is omnipresent, and omniscient, is always thinking about you. Psalms 139, 19 to 22, what David is aligning with what God's will is. He doesn't like the people who hate God, and he's reminding God that, see, this is what I'm thinking, this is what my thoughts are, and it is aligned with you. Psalms 139, 23 to 24, David is asking God, "Hey, judge my thoughts. You know where they are." Truly, if He's omniscient, He knows what our thoughts are. Always remember that whenever we think something evil, or when we think of something wrong, remember God is seeing and knowing all that. But this, again, like I mentioned earlier, Psalms 139 is a very beautiful psalm that shows His love towards us, and where we need to be in our lives, in matter of our salvation. Whatever problems that we are going through, remember, God is always there with us. You are not alone. Even though sometimes you might feel alone, you might think, "Oh, no one is there to help me, and no one is, how am I going to explain what I'm going through to someone else?" But remember, God already knows what you're going through.
With that, I want to conclude this message on Psalms 139, and God bless you all. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Hallelujah. നമ്മുടെ ഇരിപ്പും നിൽപ്പും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നിരൂപണങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. ഹാലേലൂയ. അവസാനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യത്തിൽ അത് അവസാനിപ്പിക്കുക. കർത്താവേ, ദാവീദ് പറയാൻ, കർത്താവേ, എന്നെ പകയ്ക്കുന്നവരോട് ഞാൻ പകയ്ക്കണം, എന്നെ ദ്വേഷിക്കുന്നവരോട് ഞാൻ ദ്വേഷിക്കുന്നതല്ലേ, അതല്ലേ ഭൂമിയിലെ നടപ്പ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ല, ആമേ സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നത്, അയ്യോ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. ഈ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആമേ ശത്രുക്കളെ സ്നേഹിക്കുക, പക, വിദ്വേഷം, ദേഷ്യം, ആമേ സ്തോത്രം, ഇതൊന്നും എന്നിൽ കാണരുത്. അവൻ എങ്ങനെയുണ്ടെങ്കിൽ അവൻ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പറയുക, കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവസന്നിധിയിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എൻ്റെ പുറമെയുള്ള വാക്കുകളോ പ്രകടനങ്ങളോ അല്ല ശോധന ചെയ്യേണ്ടത്. എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ധൈര്യപൂർവ്വം ദൈവസന്നിധിയിൽ നിന്ന് പറയുവാൻ. എന്നിട്ടൊരു പ്രാർത്ഥനയാ, കർത്താവേ, വ്യസനത്തിനുള്ള ഏതെങ്കിലും ഒരു മാർഗം എന്നിൽ ഉരുവായിട്ടുണ്ടെങ്കിൽ, എന്നിൽ നിരൂപണത്തിനുണ്ടെങ്കിൽ, എൻ്റെ ചിന്തയിലുണ്ടെങ്കിൽ, കാരണം എല്ലാം അറിയുന്ന ദൈവമാണ്, നമ്മുടെ ചിന്ത പോലും അറിയുന്ന ദൈവം. അവയെ സ്തോത്രം, അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ശാശ്വതമായ ഒരു മാർഗത്തിൽ എന്നെ നടത്തുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതാണ് ഒരു ദൈവഭക്തന്റെ പ്രാർത്ഥന. അതായിരിക്കട്ടെ. ഇവൽക്കാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിപ്പാൻ ആമേ സ്തോത്രം ഇടയാകട്ടെ. അപ്പോൾ തന്നെ സ്തോത്രം അവൻ ദശാംശങ്ങളും അർപ്പിപ്പാനുള്ള സമയമാണ്. ആമേ സ്തോത്രം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവമക്കളെ, ഈ കിട്ടുന്ന അവസരമേ ഉള്ളൂ ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിപ്പാൻ. വീട്ടിലിരുന്ന് പാടി ആരാധിക്കുമ്പോൾ തന്നെ പ്രൈസ് എത്ര ആമയാണെങ്കിൽ സ്വല്പ പരിമിതികളുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ ആമേ സ്തോത്രം സന്തോഷത്തോടെ ഞായറാഴ്ച വന്നത് വളരെ ഉത്സാഹത്തോടെ ആയിരിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം. ക്ഷീണമുണ്ടായിരിക്കാം. ആമേ സ്വയെങ്കിലും ദൈവസ്ഥലിൽ കടന്നു വരുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ, സകലതും അറിയുന്ന ദൈവം നമ്മുടെ നിരൂപണങ്ങളെ അറിഞ്ഞ് എങ്ങനെയാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ എന്താണെന്ന് നല്ലതുപോലെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. അതിനായി കർത്താവദാസന്മാരെ സഹായിക്കും. നമുക്കൊന്നിച്ച് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം എൻ പ്രാണൻ രക്ഷ, കുഞ്ഞാടി രക്തം എൻ വീടിന് മുദ്ര, മറഞ്ഞു വരും മഹാമാരികൾ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. നമുക്കറിയാവുന്ന ഒരു ഗാനം ഒന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. Yes, we
വിശ്വസിക്കുന്നു. രോഗഭയങ്ങൾ മാറിപ്പോകുന്ന ഒരു നാമം, എല്ലാ മഹാമാരികളും നീങ്ങിപ്പോകുന്ന നാമം. യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ എല്ലാ രോഗങ്ങളും മാറിപ്പോകുന്ന നാമം. ഇത്ര പവർഫുൾ ആയിട്ടുള്ള നാമത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആദരങ്ങൾ തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പുണ്ട്, രോഗം നമ്മളെ പിടിച്ചാലും ക്ഷീണം നമ്മളെ പിടിച്ചാലും യേശുവിന്റെ നാമം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം അതിനൊന്നിനും നമ്മുടെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ല. കാരണം പാതാളത്തെയും സകലത്തെയും ദുഷ്ടാത്മ സേനകളെയും തോൽപ്പിച്ച ഒരു നല്ല നാമത്തെ ആരാധിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു നാമം നമ്മുടെ കൂടെ ഉള്ളതല്ലേ നമ്മുടെ കോൺഫിഡൻസ്. ഹല്ലേലൂയ. അല്പസമയം ആദരങ്ങൾ തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അല്പസമയം എല്ലാ ആദരങ്ങളും ചലിപ്പിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തുതികൾക്ക് യോഗ്യനായവൻ, സകലത്തിലും മീതെ ഉയർന്നിരിക്കുന്ന നല്ല നാമം, ശാശ്വതമായ നാമം, രാജകന്മാരിലും സകല ലോകത്തിലുള്ള ഉന്നതന്മാരെക്കാളും മേലായ ഉയർന്നിരിക്കുന്ന ഒരു നല്ല നാമം, ആ യേശുവിന്റെ നാമത്തിന് ആരാധന അർപ്പിക്കുവാൻ അല്പസമയം എല്ലാ ആദരങ്ങളും ഒന്ന് ചലിപ്പിച്ചാൽ എല്ലാ ആദരങ്ങൾ അല്പസമയം ചലിപ്പിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. Yes, we thank you, Father. We thank you, Father. Let your name be glorified. Let your name be the highest name, Lord. Yes. Oh, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാരൻ ദേഹം പുതുതാക്കിടാൻ.
പൂർണ്ണത യേശുവിൽ Praise the Lord. യേശുവിന്റെ നാമം അത് വിടുതലിന്റെ നാമമാണ്. യേശുവിന്റെ നാമം അന്ധകാര ശക്തികളെ തകർക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം സകലത്തിന്മേലും ജയം നൽകുന്ന നാമമാണ്. യേശുവിന്റെ നാമം ഹല്ലേലൂയ മരിച്ചവരെ ഉയർപ്പിച്ച നാമമാണ്. യേശുവിന്റെ നാമം അത്ഭുത പ്രവർത്തികൾ നടത്തിയ നാമമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം നമ്മുടെ ഭവനത്തിന് മുദ്രയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം നമ്മുടെ പ്രാണന് രക്ഷയായി. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജയം നേടുവാൻ എല്ലാ അന്യായ ബന്ധനങ്ങളെയും എല്ലാ പോരുകളെയും ശത്രു വെച്ചിരിക്കുന്ന എല്ലാ വാദങ്ങളെയും ശത്രു വെച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളെയും വാദങ്ങളെ തകർക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ മേൽ ജയം കൽപ്പിക്കുവാൻ ഹല്ലേലൂയ വിശ്വാസത്തോടെ അവന്റെ നാമത്തിൽ കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകാൻ ഇടയാകട്ടെ. ഓ ചില ഭാരങ്ങൾ നിരാശയിലായിരിക്കുന്നവർ അവൻ വിടുതൽ പ്രാപിപ്പാൻ സ്വതന്ത്രരായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശരീര അസ്വസ്ഥയാൽ ഭാരപ്പെടുന്ന പൂർണ്ണ സൗഖ്യത്തിനായി വിടുതലായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവസൃഷ്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ചില അസ്വസ്ഥതകളുണ്ട്. പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്വന്തമായ ശരീരത്തിൽ സൗഖ്യമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കേണ്ടതിനായി ഈ ആലയത്തിനകത്ത് ഹല്ലേലൂയ വേദനയോടും ഭാരത്തോടും നിരാശയോടും ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന മന്ദഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിരാശയിൽ മുന്നോട്ട് പോകുന്ന വേദനയിൽ മുന്നോട്ട് പോകുന്ന ആമേൻ ചില ജീവിതങ്ങളിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിപ്പാൻ സഭ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൗഖ്യമാക്കുന്ന കരം നീട്ടണമപ്പാ. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah. നീട്ടപ്പെട്ട സ്തോത്ര വഴിപാട് ദശാംശങ്ങൾക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗികൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. കൊച്ചുകുട്ടിയെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്മയോടെ സ്നേഹിക്കുന്നവനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ രാവിലെ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. രാവിലെ സമയം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നിന്നിൽ സന്തോഷിപ്പാൻ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അല്പസമയം കൂടെ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു, അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. എടുക്കപ്പെട്ട സ്തോത്ര രക്ഷയായി പ്രാർത്ഥിക്കുന്നു, ഇരട്ടി പ്രതിഫലം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ. സ്തോത്രം. ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ആമേൻ. സ്തോത്രം. അനേക വിഷയങ്ങളുണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Amen. I praise and thank the Lord for everyone who's gathered in the house of the Lord to be able to worship the Lord today. ആമേൻ. പകൽക്കാലം അല്പസമയം നമുക്ക് വചന ധ്യാനത്തിനായി പ്രൈസ് ദി ലോർഡ് വേർതിരിക്കുമ്പോൾ ദൈവങ്ങളെ സ്തോത്രം കേട്ട് പോകുവാനില്ല. ആമേൻ. അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവിന്റെ ശക്തിയുള്ള ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്നത്. And we sit before an all-powerful God. പകലത് വ്യക്തമായി നമ്മൾ കേട്ട് കഴിഞ്ഞു. And we've heard that very powerfully this morning. നിരൂപണങ്ങളെ പോലും അറിയുന്ന ഒരു കർത്താവുണ്ട്. He is a God who knows our thoughts from afar off. നമ്മളെ തെരഞ്ഞെടുത്ത ഉദ്ദേശം കർത്താവിന് നല്ലതുപോലെ അറിയാം. And God even knows the purpose of why He has called us. ആ ഉദ്ദേശത്തിന് ആമേൻ വിളിയുടെ ആശയക്കനുസരിച്ച് നമ്മൾ വളർന്നിട്ടുണ്ടോ വളരുന്നുണ്ടോ എന്നും ആമേൻ നമ്മളെ കാണുന്ന ദൈവമുണ്ട്. And He is also a God that knows if we are growing up into our calling that He has called us with. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം സമ്മിശ്രമായ അനുഭവങ്ങൾ ഒരു ആമേൻ അനിശ്ചിതത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉറപ്പുമില്ലാത്ത ആമേൻ നിശ്ചയമില്ലാത്ത ഒരു ജീവിത യാത്രയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. And we live in an age that is
a rather aimless or directionless age. ഇന്ന് പകൽ കേട്ട സ്തോത്രം ഓടുന്നവർ അനേകരുണ്ട്, ബിരുദ പ്രാപിക്കുന്നവരൊക്കെ ചുരുക്കമാണ്. As we heard early today that there are many that run the race, but there are very few that obtain the victory. ഓടുന്നവരായിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഒരു സഭയായി തീരരുത്, വ്യക്തികളായി തീരരുത്, ഓടി ജയിക്കുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ And ആയിരിക്കാം. let us remain in an attitude of prayer as those who run the race, not to lose, but to be individuals in a church that wins at this race. കാലഘട്ടത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അനിശ്ചിതത്വത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചയമില്ലാതെ കാലം ഓടുമ്പോൾ അതിൽപ്പെട്ട് കുഴഞ്ഞു പോകാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ഒരു നിശ്ചിതമായ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാകട്ടെ നമ്മൾ ഓരോരുത്തരും. And not only as this age and this generation is wandering around aimlessly, let us be those who have a focus and a direction and a purpose these days as we move forward. ആമേൻ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. And so we must really come to an awareness of this thing. ഏത് പ്രശ്നങ്ങൾ നമ്മളെ വന്ന് മൂടിയാലും നമ്മളെ തകർത്ത് കളയുവാൻ വെല്ലുവിളിച്ചാലും, And that no matter what trouble comes, to be able to bury us or to challenge us and call us out. ഇന്ന് പകൽക്കാലം നമ്മൾ ലോകത്തോട്ട് നോക്കുമ്പോൾ സയൻസ് പരമായി ടെക്നോളജിക്കൽ പരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ശാസ്ത്രീയപരമായും രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And no matter whether we look at philosophy or politics or science or any of the other areas of study, one thing is for certain, that the return of our Christ is very soon. അവിടുന്ന് വൽക്കാലത്ത് ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. And so for our thoughts today, we turn to Revelation chapter 22 verse 10, and it reads like this. അവൻ എന്നോട് പിന്നെ പറഞ്ഞത്, സമയമടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ മുദ്രയിടരുത്. And then he said to me, do not seal up the words of this prophecy of this scroll, because the time is near. എന്നാൽ ഈ സമയത്തെക്കുറിച്ച് ദാനിയേലിന് ഒരു പ്രവചനം കർത്താവ് കൊടുത്തു, വെളിപ്പാട് കർത്താവ് കൊടുത്തു. And regarding this time, God gave Daniel a particular prophecy. ദാനിയേൽ 12:4 കർത്താവ് അവരോട് ദാനിയേലിനോട് പറഞ്ഞു. And in Daniel chapter 12 verse 4, he says like this. അന്ത്യകാലം വരെ ഈ പ്രവചനങ്ങളെ അടച്ച പുസ്തകത്തിൽ മുദ്രയിടുക. But you, Daniel, roll up and seal the words of this scroll until the time of the end. അപ്പോൾ ഒരു കാലത്ത് മുദ്രയിടാൻ പറഞ്ഞ പുസ്തകത്തെ ഇന്ന് മുദ്ര പൊട്ടിച്ച് തുറക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. And the one day that this scroll was sealed up, let there be another day where that seal is broken and read. അവസാനത്തെ വെളിപ്പാടിൽ യോഹന്നാൻ എഴുതുകയാണ്. And in the final revelation, John is writing പുസ്തകം ഇനി അടച്ച് മുദ്രയിടാൻ പറ്റുകയില്ല. that this book, this scroll can no longer be sealed സമയമടുത്തിരിക്കുന്നത് കൊണ്ട് because the time is near. ഈ പുസ്തകം ഇനി മുദ്രയിടരുത്. Do not seal this scroll. ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിച്ചു. And David wrote in his psalm such as this. 102-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ദാവീദ് പറയുകയാണ്. And in Psalm 102 verse 13 he says like this. നീ എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കും. And you will arise and have compassion on Zion. അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. Because it is time for you to show favor to her. അതിൽ മുന്നോട്ടുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, And as we look at the verses that are before that, ഒരു കാരണവശാലും ഭക്തന് ജീവിപ്പാൻ കഴിയാത്തൊരു സാഹചര്യം. and that is a time where the righteous cannot live. അതിന് 1, 2, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, And when you look at verses 1, 2, 3 up to 6, അവന്റെ അസ്ഥികൾ ഭ്രമിച്ചു പോകുന്ന ഒരു അനുഭവം, and it is where his bones are being broken. ഇന്ന് പണിയുടെ ഒരു അനുഭവം, And it is a time of persecution and suffering. നിലവിളി തുടങ്ങുന്നത് തന്നെ, കർത്താവേ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. And even the beginning is a cry, Lord, do not hide your face from me. അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 102-ന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, And when you read Psalm 102 verse 6, it says, അവൻ അവിടെ വായിക്കുന്ന പ്രകാരമാണ്, and it reads ഒരു like this. വേഴാമ്പൽ മരുഭൂമിയിൽ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് പോലെ, And just as a pelican is waiting in the wilderness, ശൂന്യസ്ഥലത്ത് മൂങ്ങ പോലെ തന്നെ ഞാൻ ഇരിക്കുന്നു. and I am just like an owl that is waiting out in the wilderness. അതിന്റെ ഇംഗ്ലീഷിന്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ, And when you look at the words there, particularly in English, പെലിക്കെന്നുള്ള വാക്ക്, വത്സരം എന്നുള്ള വാക്കിന് അൺസർട്ടൻ എന്നാ പറയുന്നത്. and that the meaning of that term pelican means uncertainty. ഒരു നിശ്ചയമില്ലാതെ വേഴാമ്പൽ പോലെ കാത്തിരിക്കുകയാണ്. And we are sitting as a pelican without certainty in the എന്ത് wilderness. സംഭവിക്കുമെന്ന് പറഞ്ഞ് വേഴാമ്പൽ കാത്തിരിക്കുന്ന
ഭാരത്തോടായിരിക്കുന്നത് പോലെ എങ്ങനെയായി തീരുമെന്നുള്ള ചിന്തയിൽ ഭാരത്തോടായിരിക്കുന്നത് പോലെ And just as we do not know what's going to happen and we are burdened and troubled as that pelican, വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം എന്തായി തീരുമെന്ന് അവൻ വെമ്പലോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ and as we are a people that have been called out and we are in this process and season of waiting, ദാവീദോട് പറയുക 13ാമത്തെ വാക്യത്തിൽ and David is saying there in the 13th അവൻ verse, എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിപ്പാനുള്ള കാലം വന്നിരിക്കുന്നു അതെ അവൻ ആ സമയം വന്നിരിക്കുന്നു and that the time to rise up and to show compassion to Zion has arrived. Yes, it has come. അവൻ ആ അപ്പോയിന്റഡ് ആ സമയം ആ കാലം വന്നിരിക്കുന്നു. That appointed time period has arrived. ദൈവമക്കളെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. Brothers and sisters, the time of Christ's return is very near. ഒരു വേഗാമ്പൽ വല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ And just as that pelican is awaiting, അവന് മഴയുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ കഴിയുകയുള്ളൂ. and only if he has that rain that falls can he survive. ഭാരത്തോടിരിക്കുകയാണ്. He is waiting there with a great burden. ശൂന്യസ്ഥാനത്ത് മൂങ്ങായിരിക്കുന്നത് പോലെ And just as the owl is waiting in the desert, നിരാശയിലും ഭാരത്തിലും ഇരിക്കുമ്പോൾ as he is sitting there in suffering and a great heaviness, അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ and when we think about the age that we live in, നമ്മുടെ വേവലാതി പ്രകാരമൊക്കെയാണ്. and we are just like that owl there in the wilderness. രാഷ്ട്രീയപരമായി സാമ്പത്തികപരമായി സാമൂഹികപരമായി എന്തായി തീരും ഇതിന്റെ ഭാവി? And what will happen politically and physically and wealth-wise? What will happen? എന്നാൽ സിയോനിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സഭയോട് ദൈവാത്മാവ് പറയുന്നു, But that church that is called apart and set apart is Zion. അവന് നമ്മോട് കൃപ കാണിപ്പാനുള്ള കാലം വന്നിരിക്കുന്നു. അതെ ആ കാലം വന്നിരിക്കുന്നു. But that it is time for him to show compassion to us. David. Yes, this is the appointed time. ദൈവം നിശ്ചയിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നത് കൊണ്ട് And because the appointed time has come to pass, അതിന്റെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുമ്പോൾ and when you hear of wars and rumors of ഒരു wars, സാമാന്യ ബുദ്ധിയുള്ള ജനത്തിന് മനസ്സിലാക്കാൻ കഴിയും that a reasonable and the people can understand അതെ ദൈവം നിശ്ചയിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നു. that this is a time that God has appointed. അതുകൊണ്ട് സിയോനെ ദൈവമേ നാം എന്താ ചെയ്യേണ്ടത്? Therefore, child of God, O precious Zion, what must we do? ഒന്ന് നമുക്ക് നാളുകളെ എണ്ണുവാൻ തക്കവണ്ണമിടയാകണം. First, we must learn to number our days. നമ്മുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണമിടയാകട്ടെ. And let us be people who count our days. ഏത് പ്രതിസന്ധിയുടെ മേഖലകളിലും അവൻ തലതാഴ്ത്തുന്ന അനുഭവങ്ങൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ഒരു കാര്യം നാം ഓർക്കണം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നാളുകളെ ഒന്ന് എണ്ണുവാൻ ഒരു പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. And Lord, fill me with the wisdom no matter what is going on around me, whatever suffering or persecution, to number and count my days. ഒന്ന് നാളുകളെ എണ്ണുക. First is to number my days. രണ്ട് അവയെ സ്തോത്രം അതിനായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ആ പ്രോഗ്രാമിന് വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യുക. And the second is to prepare early for what awaits us. അവയെ സ്തോത്രം കർത്താവ് അവയെ സ്തോത്രം സിയോനോട് കൃപ കാണിക്കുന്ന കാലം വന്നിരിക്കുന്നു എന്ന് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ And as God is writing that the time has been appointed for Zion about the Old Testament believers, പുതിയ നിയമവിശ്വാസികളാണ് ഇസ്രായേലിന് വേണ്ടി കർത്താവ് പറയുകയാണ്. വചനം പറയുന്നത് അവയെ സ്തോത്രം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവയെ സ്തോത്രം ദിവസങ്ങൾ അവയെ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം നമ്മളെ ഭരിക്കണം. and so the Spirit of God is reminding us to come to that awareness that the return of Christ is imminent and very near to us these days. നമ്മൾ അറിഞ്ഞിരിക്കുന്ന പരിമിതമായ അറിവുകളേക്കാൾ അപ്പുറമായി ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ദൈവസഭയെ നമ്മൾ മറന്നു പോകരുത്. And more than any type of knowledge that we can acquire or attain, the Church of God needs to remember that return of Christ is closer than we think.
നമ്മുടെ അറിവിനേക്കാളൊക്കെ അധികമായി ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിക്കുക. നമുക്ക് ചില അറിവുകൾ പരിമിതികളുണ്ട്, ഇത്ര വർഷം കൊണ്ട് പറയുന്നില്ലേ എന്തിയെന്നൊക്കെ ചോദിക്കുന്ന ചിന്തകൾ ഉണ്ടാകാം. എന്നാൽ അതിനൊക്കെ അപ്പുറമായി, അറിവുകൾക്കപ്പുറമായി എന്റെ ദൈവത്തിന്റെ വരവ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമെന്ന് ഓരോ ദൈവങ്ങളും ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And though we have heard many times many people saying that the coming of the Lord is very near, and we have thought to ourselves, he has not come yet, but yet we need to be able to prepare and to come to that awareness that God's return is very imminent and near to us. അതേ ദൈവമക്കളെ, അതിനുള്ള കാലമായി. And brothers and sisters, and in that time is very near. അതിനുള്ള സമയമായിരിക്കുന്നു. It is very near and at hand. ആ പ്രത്യാശയായി എന്നെ പിടിച്ചു നിർത്തുന്നത്. And it is that hope that is holding me steady today. ആ പ്രത്യാശയായിരിക്കും നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തുന്നത്. And it is that hope that is filled within each and every one of us, holding us close. ആ ഒരു പ്രത്യാശ വളരെ അപ്പുറം നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ. And as we continue on in our lives, it is that hope that is there that bears us. ആ പരിമിതമായ അറിവിനേക്കാൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു കർത്താവിന്റെ വരവെന്ന് ഓരോ ദൈവവൈദ്യനും മനസ്സിലാക്കണം. And let us know that over and above any understanding of his return, that return is imminent. അങ്ങനെ ബൈബിളിൽ ചില പരാമർശങ്ങളുണ്ട്. പ്രൈസ് ദി സ്തോത്രം. കഴിഞ്ഞുപോയ ചില കാലങ്ങളെ കുറിച്ച് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. And the word of God is filled with examples of seasons that have gone before us. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ വളരെ വിലപ്പെട്ട കാലഘട്ടങ്ങളായിരുന്നു. And those seasons that have gone before us are very precious. ഒന്നാമത്തെ സീസൺ കാലഘട്ടം എന്ന് പറയുന്നത് കൃപയുടെ കാലമാണ്. And that first season that scripture speaks about is the season of grace. നമ്മുടെ എല്ലാ ജീവിതത്തിൽ വിലപ്പെട്ടതായ ഒരു കൃപയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. And there was a time and a season in each of our lives where grace was very valuable to us. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാപിച്ച ഒരു കാലം എന്ന് പറയുന്നത് കൃപയുടെ കാലമായിരുന്നു. And that great blessing that we obtained was during that time and that season of grace. ആ കൃപയുടെ കാലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ അനുഗ്രഹങ്ങളോ അമേരിക്ക വന്നതോ അല്ല, മറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ അവൻ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗ്ഗസിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരു വലിയ കൃപ. And it is not some grace that we have obtained any financial or material wealth or even came to the U.S., but as it is written in Ephesians 2:1, that we were dead in our trespasses and our sins, and he has saved us and now seated us in the heavenly places. ഏതെങ്കിലും പരിമിതമായ അറിവുകൾ വെച്ച് ഭൗതികമായ നന്മകളിൽ ഉയർച്ച പ്രാപിച്ചുവെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, അവരുടെ രോഗങ്ങൾ സൗഖ്യമായെങ്കിൽ അതാണ് വലിയ അനുഗ്രഹമെന്ന് പറയുവാനല്ല, മറിച്ച് ദൈവം നമ്മളോട് കൃപ കാണിച്ച ഒരു കാലമുണ്ടായിരുന്നു. തീയിൽ നിന്നും ചേറ്റുകുടിയിൽ നിന്നും വലിച്ചെടുത്ത് എന്റെ കർത്താവിനോട് കൂടെ ഇരുത്തിയ ആ കൃപയുടെ കാലം. And it is not that with our limited knowledge that we have attained any wealth or that we have obtained any healing on our own, but the greatest blessing comes from that season of grace where we were redeemed from the fire and Christ seated us with him in heavenly places. അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank the Lord for those children of God who understand that that only happened because of his amazing, tremendous grace. ഞാൻ രോഗികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, യേശുവിനെ അറിയാമോ? And whenever I come across people who are sick, I often ask them, do you know Jesus? യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? Have you accepted the Lord Jesus Christ as your personal Savior? അപ്പോൾ വളരെ സന്തോഷത്തോടെ പറയും. ചിലര് നികത്തിയായിരിക്കും, ചിലര് പറയും വളരെ സന്തോഷത്തോടെ yes my Jesus എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, this is the greatest privilege that you receive in this earth. ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇന്ന് നീ രോഗത്തിന്റെ സൗഖ്യം പ്രാപിക്കുന്നതല്ല, നന്മ പ്രാപിക്കുന്നതല്ല, മറിച്ച് എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ കൃപ നിന്റെ മേൽ വന്നതത്രേ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുവാനായിട്ട് ഇടയായി. And as they say yes and they've received Christ, I often remind them that the greatest privilege that you have is not being healed from your sickness, but coming and entering into that relationship with Christ as he becomes the Savior of your life. നമ്മളെ ജീവിപ്പിച്ച രക്ഷയുടെ കാലം അല്ലെങ്കിൽ രക്ഷയുടെ കൃപാകാലത്തെ ഒന്ന് പകൽക്കാലം നാം ഒന്ന് ഓർക്കണം. And we need to remember that time and season
season of grace that we had entered into in our life. ആമേൻ. ആ കാലം നമ്മുടെ പ്രധാനപ്പെട്ട കാലമായിരുന്നാൽ പോലും വേറൊരു തരത്തിൽ എന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും, ആമേൻ സ്തോത്രം, ആ കൃപയുടെ കാലം, ആ കൃപ എന്റെ മേൽ വരുന്നതുവരെ എന്നെ സൂക്ഷിച്ച ദൈവത്തിന്റെ കരുണ, അവന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And even before that time of grace, you have time to rejoice by saying that even before I came into that period of grace, it was God's hand that kept me safe and brought me into this relationship in this time period that I accepted Him. അറിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കൃപയുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ലേ? And can you not even discern that it was after how many years after you heard that message that you came to this time of grace? ആ കൃപ എന്റെ മേൽ കടന്നു വരുവാൻ അതുവരെയും അവൻ നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയുണ്ട്. And there was a time of God's grace that kept us safe and protected us until that point of salvation in our lives. നമ്മൾ ചുരുക്കം പേരൊക്കെ ഇതിനകത്ത് ജനിച്ച് രക്ഷിക്കപ്പെട്ടു പോയ, എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, അനേക വർഷങ്ങൾ എന്റെ പിതാവ് 13 വർഷത്തോളം പ്രാർത്ഥനയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. അവൻ പറഞ്ഞതെന്നാൽ അപകടങ്ങൾ, വസൂരി, അതൊക്കെ കടന്നു വന്നപ്പോഴും ദൈവം കൈവിടാതെ വിടിവിച്ച് ആ കൃപയുടെ കാലം വരെ നിർത്തിയ ഒരു ദൈവത്തിന്റെ സ്നേഹം. And there were some that were born into this faith, but people like my father, who was prayed for 13 years to come into this faith, and didn't God lead and protect against all accidents and circumstances so that they may come to know salvation? അതുകൊണ്ടൊരു ഭക്തൻ പാടിയില്ലേ, and so didn't a righteous man sing like this? മരിച്ചു പോയെങ്കിൽ അവൻ ആ പാട്ട് പാടിയതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവൻ ഇതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, അവൻ സ്തോത്രം, ഇത് പൂർണ്ണമായി അറിഞ്ഞ എന്റെ കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്, ആ രക്ഷയുടെ കാലം, ജീവിപ്പിക്കുന്ന കാലം എന്റെ മേൽ വരുന്നതിന് മുമ്പ് അവനെ സൂക്ഷിച്ച് പരിപാലിച്ച് നിർത്തിയ എന്റെ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And if I had died before I came to salvation, but no, it was a God who kept me and protected me until I can come into this time of grace and salvation before my God. And I praise the Lord for that season of grace. മറന്നു പോകരുത്, അത് കിട്ടുമ്പോഴേ നമുക്ക് സ്തോത്രം സ്തുതി വരത്തുള്ളൂ. എന്നാൽ അതിനൊക്കെ അപ്പുറമായി കോടി കോടി കണക്കിന് വെയിറ്റുള്ള ഈ അനുഗ്രഹം എനിക്ക് കർത്താവ് തന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പറയുവാൻ ഇന്ന് പകൽക്കാലം സഭ തയ്യാറാകട്ടെ, നമ്മൾ തയ്യാറാകട്ടെ. And as the church, we need to remember it's not because of the material blessings that we have been poured out upon that we should rejoice, but to remember that this weighted precious gift of God's grace is the reason why we should rejoice today. And the second season we speak of is a season of restoration. And when we read the book of Joel chapter 1 verse 4 and chapter 2 verse 25, and what Joel is writing about the children of Israel, and what the locust, the swarm had left, then the green locusts have eaten, and what the great locust had left, then the young locust had eaten it. And it was a time where everything was just wasting away. And when we read chapter 2 verse 25, and this is what the prophet says to Israel, and all those times that the locusts came one after another, eating up everything, I will repay you for all of that. That is a season of restoration that God had ordained. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ നഷ്ടപ്പെട്ട മഹാമാരി, ക്ഷാമം, പ്രതിസന്ധികളൊക്കെ നടന്നുപോയെങ്കിലും അവിടെയൊക്കെയും നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക്, വർഷങ്ങൾക്കൊത്തവണ്ണം തിരികെ കൊടുത്തൊരു കാലഘട്ടമുണ്ട്. And as they walked
to famine and due to pestilence and all sorts of different things, there was a time that the Lord repaid them all for that. ഇന്ന് കൃപയുടെ കാലത്ത് രക്ഷിക്കപ്പെട്ട ദൈവമേ, നിന്റെ ജീവിതത്തിൽ സകലതും ആമേൻ നശിച്ചു ആമേൻ തകർന്നെന്ന് തോന്നുന്ന സ്ഥാനത്ത് ആമേൻ വർഷങ്ങൾ പിന്നിട്ടു ഹല്ലേലൂയ സകലതും നഷ്ടമായെങ്കിലും ആമേൻ കർത്താവ് വീണ്ടെടുത്ത് ആമേൻ വിടുതൽ തരുന്ന ഒരു ദൈവമാണ്. അവൻ പറയുക, കഴിഞ്ഞുപോയ നഷ്ടങ്ങൾക്ക് വർഷങ്ങൾ കൊത്തവണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമത്രേ. And child of God who had initially stepped into a season of grace and came to know the Lord, and as you journeyed along your life and you have come to a point where you feel like you have lost everything in your life, there is a God who is telling you that there is a season of restoration that has been appointed to you. യോബിന്റെ ജീവിതത്തിൽ ആ ഭൗതിക അനുഗ്രഹങ്ങളെ പകർന്നു കൊടുത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. And we see that restoration being given back to Job. നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായി എന്റെ കർത്താവ് കൊടുത്തു. And he returned what was lost to Job back in a double portion. ആമേൻ. അവസാനം സാക്ഷി പറയുന്ന പദമുണ്ട്. And eventually there's a testimony that is said there. എനിക്ക് നിന്നെക്കുറിച്ച് കേട്ടുകേൾവി ഉണ്ടായിരുന്നുള്ളൂ. And I had only heard about you. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ കണ്ണാലെ നിന്നെ കാണുകയാണ്. But today I see you with my very own eyes. ഇന്ന് പകൽക്കാലം നമുക്ക് സാക്ഷി പറയാനുണ്ട്. And this afternoon we have a testimony to share. നഷ്ടപ്പെട്ടു പോയ ചില സംവത്സരങ്ങളെ വീണ്ടെടുത്തു തന്ന ഒരു ദൈവത്തിന്റെ കരുണ നമ്മൾ അനുഭവിച്ചവരല്ലേ? Aren't we people who have experienced the restoration of things that have gone away from us by the hand of the Lord? നഷ്ടപ്പെട്ടു പോയ സമാധാനം, സ്വസ്ഥത, ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ തലമുറകൾ, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ തിരിച്ചു തന്നു അവൻ ഇരട്ടിയായി അനുഗ്രഹിച്ച ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. And let us praise this God who has returned to us double portion those things that have been taken away from us. He has restored them back to us. ആമേൻ. കേട്ടുകേൾവി മാത്രമല്ല, എന്റെ കണ്ണാലെ കാണുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. And it was simply not hearsay, but it was something that we experienced with our own eyes. ദൈവമക്കളെ, നമുക്ക് രക്ഷയുടെ കാലം കർത്താവ് തന്ന കൃപ തന്നെങ്കിൽ, If God had given us grace in that season, ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നതൊക്കെയും മടക്കി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ നമ്മളെ അറിയിക്കുന്ന ഒരു കർത്താവ്. and today, this afternoon, through Holy Scripture, we can understand that our God is one who restores that in which we have lost. ഇന്ന് യോബ് 2-ാമത്തെ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവന്റെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ ഒരു വലിയ സാക്ഷ്യത്തിനുടമയായി തീരുവാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞുവെങ്കിൽ. And as we read further in Joel, if their face and the glory on their face was not diminished, but they were able to never be ashamed, and God instilled them favor. വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു സാക്ഷി പറയാനായിട്ട് കഴിയും. And in these days, we ourselves can stand up and say a testimony. എല്ലാം തിന്ന് ശേഷിപ്പിച്ചതാ. Everything has been eaten and wasted away. അതിനകത്തുനിന്ന് ഒരു മുള പോലും പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. And I didn't even think anything can blossom and sprout up. ഇന്നലെ രാത്രി കേട്ടത് എല്ലാം അസ്തമിച്ചെന്ന് തോന്നിയ സ്ഥലമായത്. And as we heard yesterday, that this is a place where we think that everything had ended. ഒരു മുള പോലും ഇതിനകത്തുനിന്ന് ഉയർത്തുകയില്ലെന്ന് ഞാൻ ചിന്തിച്ചതാ. And I even thought that there would not even be a stalk that could rise up out of എന്നെ it. സകലതും തകർത്തതിനകത്തുനിന്ന് ഒരു മുളയെ പുറപ്പെടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. But even if everything is destroyed, He is able for that shoot, that stalk to rise up. അത് മുള മാത്രമല്ല, അത് പടർന്ന് പന്തലിക്കത്തക്ക നിലയിൽ എന്റെ ദൈവം അനുഗ്രഹിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനത്രേ. And not only is that stalk that rises up, but it can bloom and blossom and cover me. God is able to do that. ഇസ്രായേൽ മക്കളെ നിങ്ങളെ തെരഞ്ഞെടുപ്പാൻ ഒരു കൃപയുണ്ടായിരുന്നു. And there was a grace there to call you out, O Israel. നഷ്ടപ്പെട്ടത് മൊത്തം തിരിച്ചു തരുവാൻ ഒരു കൃപ നിന്റെ കൂടെ And ഉണ്ടായിരുന്നു. there was a special grace there to bring restoration to that which was lost. പുതിയ നിയമ ഇസ്രായേലിനെ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് കൃപ കാണിച്ചതിനാൽ അവൻ രക്ഷിക്കപ്പെട്ട് അവൻ ജീവനുള്ള ദൈവമക്കളായി അവനോട് ഒത്തുജീവിപ്പാൻ തക്കവണ്ണം ഒരു കൃപ നമുക്ക് തന്നു. And New Testament Israel, He has not only given us that grace to be saved, but to live in holiness with Him. രണ്ടാമത്തെ ഒരു കാലഘട്ടം പ്രൈസിനെ പറഞ്ഞതുപോലെ സകലം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ സ്ഥാനത്ത് അവൻ ഇരട്ടിയായി തന്ന് അനുഗ്രഹിച്ച ഒരു ദൈവം. And as I mentioned, the second one was a season in which we thought everything was destroyed and gone, but it was a time of restoration.
എന്നാലും ചില മുളകൾ പൊട്ടാൻ കഴിയാതെ അസ്തമിച്ചിരിക്കുന്നതായ ചില അനുഭവങ്ങളിൽ നിന്ന് എന്റെ ദൈവത്തിന്റെ ആലോചന ഇന്ന് രാവിലെക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അസ്തമിച്ചെന്ന് തോന്നിയെടുത്ത്, സകലം തിന്നു കളഞ്ഞെന്ന് തോന്നിയ സ്ഥാനത്ത്, വർഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു മുളയെ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിനകത്ത് നിന്റെ തലമുറക്കകത്ത് വരുത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. And do not forget that in those places where total devastation had taken place, that God is still able to not only raise up a stalk, but to cause it to bloom, and within your families, within your generations, within your households, in your lives, God is able to restore it. ആമേൻ. മൂന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ് പറയുന്ന ഒരു മാനസാന്തരത്തിന്റെ ഒരു കാലം. And third, the word of God speaks of a season of repentance. ആമേൻ. സ്തോത്രം. നിങ്ങളെ തെരഞ്ഞെടുത്തു. And he called you. ആമേൻ. ഹല്ലേലൂയ. കൃപ നിങ്ങളുടെ മേൽ പകർന്നു തന്നു. And he poured out his grace upon you. ഞാൻ നിങ്ങളെ നഷ്ടങ്ങളിൽ നിന്നെല്ലാം വീണ്ടെടുത്തു. And he redeemed you from all of the calamities. ആമേൻ. പിന്നെയും ദൈവത്തിന്റെ ആലോചന നമ്മളോട് പറയുകയാണ്. And still, even today, the word of God is telling us. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ, And just as he told the children of Israel, മാനസാന്തരത്തിനും മടങ്ങി വരവിനും ഒരു കാലമുണ്ട്. that there is a season for repentance and return. കാരണം അവർ എഴുന്നേറ്റു. ആമേൻ. സ്തോത്രം. വലിയ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. And because the time is drawing ever so near, അപ്പോയിന്റഡ് ടൈം വന്നിരിക്കുകയാണ്. that appointed time has arrived. വരുവെന്നല്ല, വന്നിരിക്കുന്നു. It's not that it will come, but it has arrived already. അതുകൊണ്ട് ഇത് സുപ്രസാദ കാലമാണ്. And so this is a crucial time, a moment. മാനസാന്തരപ്പെട്ടവർ എന്തിനാ മാനസാന്തരപ്പെടുന്നതെന്ന് ചോദിക്കുമായിരിക്കാം. And you may say, why do people who have repented need to repent again? മാനസാന്തരപ്പെട്ടവർ ദിനംതോറും മാനസാന്തരപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And it is important that those who have already repented continue in that repentance. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവർ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. And I say that those who have already repented need to continue in that repentance. Otherwise, those who have not repented will not repent. യെരമ്യാ പ്രവചനം 3-ാം അധ്യായം 12 മുതൽ 10 മുതൽ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ, And when we read the book of Jeremiah chapter 3 verses 10 through 12, മടങ്ങി വരുന്നവരെ കരുണ കാണിക്കുന്ന ഒരു ദൈവം. he is a God who shows faithfulness to those who return and repent. ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ രണ്ടായിട്ട് തിരിഞ്ഞു. ഇസ്രായേലും യഹൂദയും. And the nation of Israel was split into Israel and Judah. അപ്പോൾ യഹൂദയോട് യെരമ്യാ പ്രവാചകൻ മടങ്ങി വരാനായിട്ട് ഒരു ദൂത് പറഞ്ഞു. And Jeremiah the prophet is telling the tribe of the nation of Judah to be able to return. അടുത്ത സെഷൻ ഇസ്രായേലിനോട് ഹോശേയയിലൂടെ മടങ്ങി വരാൻ ഒരു ദൂത് കർത്താവ് കൊടുത്തു. And the next, through the prophet Hosea, he is telling Israel to repent and return. അതിന് 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, And when you read Jeremiah chapter 3 verse 10, ഇതെല്ലാമായിട്ടും and despite all of this, വിശ്വാസപാതകിയായ സഹോദരി യഹൂദ, and you who is an unfaithful sister of Judah, കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ടില്ല. did not return to me with all her heart. ഹല്ലേലൂയ. പുറമേ നോക്കിയാൽ മടങ്ങി വരവുണ്ടോ? But if you look on the outside, is there a repentance? പ്രവാചകനെ അയച്ചത് വേറെ നന്മ പകരാനല്ല. And he sent the prophet not for some great blessing. കൃപയുടെ കാലം വന്നിരിക്കുന്നു, അതെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മടങ്ങി വരാൻ ഒരു സമയം കൊടുക്കുകയാണ്. And when he says that the time of grace is coming, if not, it is appointed, and here it is giving them a chance for repentance. ഇസ്രായേൽ നിങ്ങളെ അനൈക്യത കൊണ്ട് ഇത് രണ്ടായി മാറി. And Israel, because of your unfaithfulness, this has split into two. രണ്ടുപേരും എന്റെ മക്കളാണ്. Both are my children. പക്ഷെ ഞാൻ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. But I am sending the prophets to you. അന്ന് പ്രവാചകന്മാരുള്ള ദൈവത്തിന്റെ വചനം ഇല്ലായിരുന്നു. And then there was only the prophets. There was no written word of God. ഇന്ന് വചനം നമ്മുടെ കയ്യിലുണ്ട്. And today we have the written word of God in our hands. ദൈവത്തിന്റെ കേൾവി നമ്മുടെ കയ്യിലുണ്ട്. And we have the opportunity to hear the word of God. പ്രവാചകന്മാർ ഇഷ്ടം പോലുണ്ട്. And we have plenty of prophets in our midst. എന്നാൽ മടങ്ങി വരവിനുള്ള ദൂത് കൊടുക്കുന്ന പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ്, And but you need to discern the prophets that speak of repentance പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരുവാൻ and return with all of your heart. യെരമ്യാ അവരോട് പറയുകയാണ്, Jeremiah is telling them, നിങ്ങൾ വന്നത് കപടമായി
you have come with is half-hearted. ഈ കപടത കൊണ്ട് എനിക്ക് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല. And because of this false pretense, I cannot redeem you. എനിക്ക് കരുണ കാണിപ്പാൻ കഴിയുകയില്ല. I cannot show grace and mercy to you. ഇന്ന് താഴോട്ട് വാക്യം വായിക്കുമ്പോൾ But as you read further down, 11-12 വാക്യം വായിക്കുമ്പോൾ in verses 12 and 13, വിശ്വാസത്യാഗിനിയായ 11 വിശ്വാസമായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരുളി ചെയ്തു. ആരോട്? ഇസ്രായേൽ. and he says, faithless Israel is more righteous than unfaithful Judah. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം. എനിക്ക് കരുണ കാണിപ്പാൻ യഹോവ ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. And God says that I will not frown on you any longer, for I am faithful and I will not be angry with you രക്ഷയുടെ forever. ഒരു കാലമുണ്ടായിരുന്നു. Amen. അത് കൃപയുടെ കാലം നമ്മളെ വിടുവിച്ചു. And there was a time of grace where we were delivered. വീണ്ടെടുത്ത ഒരു കാലമുണ്ടായിരുന്നു. And there was a time where we were brought back. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ തന്ന ഒരു കാലം. And that time where everything we had lost, He had restored ഇന്നും back. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്തു വരുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. And even there's a plan today that brings restoration to that which is lost. സമയം അടുത്തിരിക്കുന്നത് കൊണ്ട്, But because the time is here, സമയം വന്നിരിക്കുന്നത് and കൊണ്ട് because the time is here, മനസ്സാന്തരപ്പെടേണ്ട സമയമാ. it is a time for repentance. ഓ സീസൺ ഓഫ് റിപ്പൻറ്റൻസ് ആണത്. മനസ്സാന്തരത്തിന്റെ ഒരു കാലമാണ്. It is that season of repentance. അതുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ So therefore, when we come to His presence, കപടമായിട്ട് വരരുത്. and do not come എനിക്ക് half-heartedly, കരുണ കാണിക്കാൻ കഴിയുകയില്ല. എനിക്ക് കരുണ കാണിക്കാൻ He കഴിയുകയില്ല. cannot show faithfulness. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ And just as He said in the psalm, എനിക്ക് പകയുണ്ട്, and ദേഷ്യമുണ്ട്, I have anger, hatredness ഉണ്ട്, I have bitterness, അവൻ ഇതൊക്കെ ഉണ്ട്. I have all of these കാരണം things, അവൻ എന്നോട് bitterness ആ കാണിക്കുന്നേ. because He is showing me bitterness. അതുകൊണ്ട് ന്യായമായിട്ട് ഞാൻ അങ്ങനെയല്ലേ കാണിക്കണ്ടേ? And so shouldn't I rightfully show it in return? നിന്റെ നിരൂപണത്തെ ദൂരത്ത് അറിയുന്ന കർത്താവ്, And the God who knows your thoughts from afar, കർത്താവ് നിന്റെ സൃഷ്ടിയെ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന കർത്താവ്, and Christ who tells you that you should love your enemies. പകയും വെറുപ്പും bitterness കൊണ്ട് അവൻ ഒരു ജനം, വലിയ ജനം മരുഭൂമിയിൽ പെട്ടുപോയി. And because of bitterness and anger, a great multitude of people perished in the ഞാൻ wilderness. അവർക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട്, And because I gave them so much, പക്ഷെ അവരൊന്നും കനാനിലെത്തിയിട്ടില്ല. but none of them were able to reach അതിന് Canaan. കാരണം അവരുടെ ഇടയിലുള്ള പകയായിരുന്നു, And the reason was because of the division and anger within them, വിദ്വേഷമായിരുന്നു. the bitterness that was in them. പുറമേ നോക്കിയാൽ ഒരു കൊടക്കീഴിലാണ്, And if you look at them from the outside, they are under an ഒരു umbrella. സ്നാനം, One ഒരു baptism. പാറയിൽ നിന്ന് കുടിച്ചു, And they drank from one rock. ദൈവം കൊടുത്ത് മഞ്ഞ ഭക്ഷിച്ചു, And they ate the manna that was given to പക്ഷേ them. അവനെ എത്തിയില്ല, Amen. അവനെ എത്തിയില്ല. But yet they did not മനസ്സിലാക്കുന്ന return. ദൈവമക്കളെ, ഹല്ലേലൂയ. They did not reach. They died in the wilderness. അതുകൊണ്ട് ഇന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ And so as it is said in the psalm, ധൈര്യത്തോടെ ദൈവസന്നിധി വരണം. that let us come boldly before the ഇവരൊന്ന് presence of ഭക്ഷിക്കുമ്പോൾ God. പാനം ചെയ്യുമ്പോൾ And that when you eat and when you partake, തമ്പുരാനോട് പറയണം, you need to tell the എന്റെ Lord, ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. Lord, please examine my heart. പുറമെയുള്ള ചാരിറ്റി അല്ല ശോധന ചെയ്യേണ്ടത്, And do not examine the charity. പുറമെയുള്ള പ്രകടനമല്ല ശോധന ചെയ്യേണ്ടത്. And do not look at the outward display. ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. But Lord, examine my heart. എന്നിട്ട് നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. And let us pray a prayer. വ്യസനത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, Lord, if there is anything in my നിത്യതയ്ക്ക് heart, തടസ്സമായിട്ട് എന്തെങ്കിലും is ഉണ്ടെങ്കിൽ there anything that's a എന്നെ hindrance ഒന്ന് to കാണിച്ചു me? തരണമേ. Lord, show it to me. ഞാൻ തയ്യാറാ കർത്താവേ. Lord, I am ready. കപടമായിട്ടല്ല, And Lord, not unfaithful, കപടമില്ലാതെ നിന്റെ സന്നിധിയിൽ but വരികയാണ്. I come with faithfulness. നിനക്ക് എന്നോട് കരുണ കാണിക്കാൻ കഴിയും. Lord, you can show mercy on me. ദൈവം പറഞ്ഞു, ഞാൻ കോപിക്കുകയില്ല, And Lord, I will not be ഞാൻ angry. കോപം കാണിക്കുകയില്ല, And the Lord said, I will not ഞാൻ show കരുണയുള്ള anger. ദൈവമാ. I'm a God of ഞാൻ compassion. നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. And Lord, I come into your presence. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ And when we study the book of Judges, 6-ാമത്തെ 1-ാം വാക്യം വായിക്കുമ്പോൾ chapter 6, verse 1, അവിടെ ഒരു പദം കാണാൻ കഴിയും. and we can see a phrase there ഇസ്രായേൽ മക്കൾ that the children of Israel, പിന്നെയും, they again, എന്താ പിന്നെയും? what is that again that's there? ഓരോ ജഡ്ജസിനെ തെരഞ്ഞെടുത്തപ്പോഴും പിന്നെയും പിന്നെയും പറഞ്ഞതാണ്. And whenever a new
judge was chosen. We see the word again and again and again written there. ഇന്ന് പകൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. And this afternoon, let us think. ഇസ്രായേൽ മക്കൾ പിന്നെയും അനിഷ്ടമായുള്ളത് ചെയ്തു. And the Israelites did again what was evil in the sight of the Lord. 7 സംവത്സരം കൂടി അവരെ പീഡിപ്പിച്ചു. And they were for 7 more years they were given. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ എന്താ അനിഷ്ടമായത്? And when we talk about the Israelites, what did they do that was evil? ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. That you may not have any other gods but me. എന്റെ ആരാധനയല്ലാതെ വേറൊരു ആരാധന നിനക്കുണ്ടാകരുത്. And do not worship anything other than worshiping me. എന്റെ സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം നിങ്ങളെ കവർന്നു കളയരുത്. And do not let another gospel come and infiltrate you other than the gospel that I give you. ഇതിനകത്തുനിന്ന് ഒരു വള്ളി പുള്ളി മാറ്റി വയ്ക്കരുത്. And do not change one jot or tittle out of the word ഈ of God. വിഷയത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. That there be no compromise in the word of God. എന്നേക്കാൾ അധികമായി എന്തെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ, If you love anything more than me, എന്റെ ആരാധനയേക്കാൾ അധികമായി എന്തെങ്കിലും നീ if സ്നേഹിക്കുന്നെങ്കിൽ, you love anything more than the worship of me, ഏതെങ്കിലും ഒന്ന് മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ, if you give importance to anything else, കപടമില്ലാതെ അവന്റെ മുമ്പിലേക്ക് വരണം. then you need to come with faithfulness. ഇതുവരെ ചെയ്തവൻ കോപം കാണിക്കത്തില്ല. And whatever you have done, he will not show anger to you. ദൈവമക്കളെ സമയം അടുത്തിരിക്കുന്നു. Because the time is drawn near. എന്നാണെന്ന് പറയാൻ ഒക്കുകയില്ല. We do not know when. സഭായോഗം നടക്കുമ്പോൾ ചിലപ്പോൾ കണ്ടേക്കാം. It may be during the time of worship. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ കണ്ടേക്കാം. It may be even before you reach your ഇത് home. കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. But before then, let us examine our heart. അതേ കൃപയുടെ കാലം, അവന്റെ സമയം അടുത്തിരിക്കുന്നു, അത് വന്നിരിക്കുന്നു. Because the time and the season of grace has come and it is already here. ആമേൻ, ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞവൻ പാടിയിട്ടില്ലേ? Haven't you heard what the singer has said? ജീവിതമൊന്നും ശരി ഇന്നും അല്ലേ, അന്നും അല്ല ഒന്നും ജീവിതമെന്നും ശരിയായിട്ടില്ല, ജീവിപ്പിക്കും കർത്തനെ, ശക്തിക്കും വേണ്ടുന്നതൊക്കെയും. ആമേൻ. നമ്മൾ എത്ര നാൾ കൊണ്ട് ഇത് പാടുന്നു? And how long have we been singing these words? തെറ്റാണെന്നല്ല പറയുന്നത്. And it's not wrong, is what I'm പാടാൻ saying. പ്രാപ്തിയോടെ നിന്ന് ദൈവസന്നിധിയിൽ പാടുന്നു. But we need to sing with an authority and a worthiness in the presence of God. കർത്താവേ, നിന്റെ വരവേറ്റ ആസന്നമായിരിക്കും. Because the Lord's time is very near. ഇന്ന് ശരിയാകാൻ സ്വല്പമുണ്ട്. And we still need to get right. എന്റെ മനോനിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ്. And God, you are one who knows my thoughts. ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ കർത്താവ് പ്രകാരം അവരോട് പറഞ്ഞു, And it is written in the book of Genesis. നിങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ അനുതപിക്കുകയാണ്. And because I have created you, I am കാരണം repenting. നിന്റെ നിരൂപണമൊക്കെ ദോഷമുള്ളതെന്ന് ഞാൻ കാണുന്നു. Because I see all of your thoughts are filled with wickedness. പിന്നീട് വന്നപ്പോ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്, And after that, the prophet is saying, അയ്യോ അതുകൊണ്ട് അവൻ കോപം കാണിക്കത്തില്ലെന്ന്, and that he will not show anger. അവൻ നിന്നോട് ദേഷ്യപ്പെടത്തില്ല, He will not be angry with you. കപടതയില്ലാതെ അവന്റെ മുമ്പിലോട്ട് വാ. But if you come with ജനത്തിലോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. He is a God who shows faithfulness. Oh glory, hallelujah. Praise the Lord. നമ്മുടെ കണക്കൂട്ടുകൾക്ക് അപ്പുറമായി, പ്രതീക്ഷകൾക്ക് അപ്പുറമായി, And over and above all of our calculations or our understanding. നമ്മുടെ കാര്യങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇതാ കർത്താവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. And all of our circumstances are being overturned because of his return. ലോകത്തിലുള്ളതെല്ലാം സമയ അനിശ്ചിതത്വങ്ങളാകുമ്പോൾ നിശ്ചയമായി വരുവാനുള്ളവൻ വരും. And the one who must return will return for sure. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ നാളുകളെ ഒന്നെണ്ണാം. So first we need to be able to number our days. മോശയുടെ പ്രാർത്ഥനയെ കടമെടുക്കുകയാണ്. And I'm borrowing the prayer of Moses. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന്, Lord, to be able to gain a heart of wisdom. തിയോളജി ഞാൻ MGH എടുത്തത് കൊണ്ടായില്ല, And it's not because I took a theology ഏതെങ്കിലും MBA. പഠിപ്പ് കൊണ്ടോ പണം കൊണ്ടോ അവൻ ആകുന്നില്ല. It's not because of my education or wealth. കർത്താവേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ, Lord, to be able to gain a heart of wisdom. എന്റെ നാളിനെ എണ്ണാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. Lord, please teach me to number my days. എന്നെ ഒന്ന് ഉപദേശിക്കണമേ. Lord, teach me. ഹൃദയം തകർന്ന മോശ അവന്റെ സഹോദരന്റെ
എനിക്കൊന്ന് ഉപദേശിക്കണമേ. Lord, but teach me. കാരണം നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. Because your return അടുത്ത് വന്നിരിക്കുന്നു. Lord, it is coming near. ആ ജ്ഞാനം പ്രാപിച്ച് Lord, to receive എന്റെ that wisdom. പ്ലാനും പ്രോഗ്രാമും ഒന്ന് സെറ്റ് ചെയ്യാൻ. Lord, to be able to plan my days. ഒന്ന് നാളുകളെ ഞാൻ ഉപദേശിക്കണം. Lord, first teach me to number my days. അതിനനുസരിച്ച് നമ്മുടെ പ്ലാനും പദ്ധതിയും ചെയ്യണം. And then second is to adjust our plans and our ways. നമ്മുടെ പ്ലാനും പദ്ധതിയും What are our plans and our ways? ദിനംതോറും കപടമില്ലാതെ മാനസാന്തരത്തിന്റെ കാലം ഉള്ളിടത്തോളം കാലം അവന്റെ സന്നിധിയിലേക്ക് വരണം. And to be able to come faithfully in the presence of God without idolatry. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 12 വാക്യത്തിൽ പറയുന്നത് പോലെ. And as it is written in Romans chapter 12. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമൻ 12 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നത്. Romans 12 verse 2 we read. ലോകത്തിന് അനുരൂപരാകാതെ That do not to be conformed to the ways of the world. പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്നുണ്ട് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടാൻ. But to know what is the good and acceptable will of God, we need to renew our mind. ഒരു സീസൺ നമുക്ക് വന്ന് കാത്തിരിക്കുകയാണ്. And we are awaiting a season. പ്രകൃതി നിയമങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സീസൺ. A time where all of the seasons are being jumbled up. And in the book of Isaiah chapter 11 verses 6 through 9. And a time where all of the seasons are being changed. Where the wolf will lay down with the lamb. And the leopard will lie with the goat. A time where the little child will lead both of them. A time where that small child will lead them. A time where the infant will play. And do we think that we have arrived here? We must know that this is a time that is coming. അവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം സ്തോത്രം ഹല്ലേലൂയ 22-ാം അധ്യായം അതിന്റെ 10 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. And when we read Revelation chapter 22 verses 10 and forward. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയമടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. Praise the Lord. ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I come quickly. നമ്മുടെ മുമ്പിലുള്ള തിരുമേശ രണ്ട് കാര്യങ്ങളെ അറിയിക്കുന്നു. And the Lord's table before us reminds us of two things. അതിതുവരെയും വന്നിട്ടില്ല. That he has not returned yet. And the second thing is because the season is here. That if those who believe that they are holy, let them be holy. And when you extend your hand to partake in this, we need to examine our hearts. And the reason why he died and suffered on that cross. And as I always say, it is not simply for the healing of our disease. And it is not so that our debts can be removed from us. And he showed his kindness and mercy towards us through the shedding of his blood. And he will not be angry at us. That if we come with no deception and to be able to confess in his presence. And the Lord, I think that I am righteous. Lord, everything that I do is right, I believe. Let the one who believes he is righteous continue to do righteousness. I will speak about righteousness on another day. But if you believe that you are holy, but as I stand before a God who knows all of my thoughts and ways, and Lord, I surrender myself for holiness, Lord.
ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനവും ഇന്ന് പകൽക്കാലത്തെ ഈ ആലോചനയും And that the word, the Psalms that we read earlier today in this word, ദൈവങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നിറയ്ക്കട്ടെ. Lord, let this be established in our heart. ലോകത്തിന്റെ ആലോചന അനുസരിച്ച് ഞാൻ പകയ്ക്കേണ്ടത് എന്നോട് പകയ്ക്കുന്നവരോട് ഞാൻ പകയ്ക്കണം. And according to the world's standard, I need to seek revenge for those that do evil to me. എന്നോട് കയ്പുള്ളവരോട് എനിക്ക് കയ്പ് തോന്നണം. That those that show bitterness to me, I need to show bitterness to them. എങ്കിലും എന്റെ കർത്താവേ നിന്റെ വചനത്തിൽ ഞാൻ കാണുമ്പോൾ, But Lord, when I examine your word, എന്റെ നിരൂപണം നീ അറിയുമ്പോൾ, because when you know my thoughts from afar off, നിന്റെ മരണത്തിനും ആവേശത്തോട് ഉയർത്തെഴുന്നേൽക്കും മുമ്പേ ക്രൂശിന് മുമ്പേ ഞാൻ നിൽക്കുമ്പോൾ, and as I stand in the light of your resurrection and before your cross, നീ പറഞ്ഞൊരു വാചകം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. there is a word that you spoke that comes to my heart. ഇവർ ചെയ്യുന്നതും പറയുന്നതും ഇന്നതെന്ന് അറിയായകൊണ്ട്, And Lord, because what they say and what they do not know. ഇവരോട് ക്ഷമിക്കണമേ. Lord, please forgive them. അവർ പകയ്ക്കുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. Lord, and they do not know what they are doing and the wickedness that they are doing. കോപിക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നില്ല. Lord, they don't know why they're angry. കയ്പ് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് Lord, അറിയുന്നില്ല. they do not know what the bitterness is within them. അവരോട് ക്ഷമിക്കണമേ. But Lord, please forgive them. ഞാനത് പറഞ്ഞിട്ട് കർത്താവിനോട് പറയണം. And after I've said that, I need to say to the കർത്താവേ, എന്റെ Lord, ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. Lord, please examine my heart. ഞാൻ ഏൽപ്പിച്ചു തരുന്നു. Lord, I give it to you. ലോകത്തെ ഇളക്കി മറിച്ചൊരു വാചകമാണ്. And that was a word that turned the world upside കഴിഞ്ഞ down. മാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെ മാറ്റിമറിച്ചൊരു വാചകമാണ്. And these last few days, this was a word that has turned the world upside down. ആമേൻ. അടുത്ത കാലത്ത് ക്രിക്കിന്റെ ഭാര്യ പറയുമ്പോഴും ഗ്രഹാം സ്റ്റേറ്റ്സിന്റെ ഭാര്യ ഇത് പറയുമ്പോഴും ആമേൻ സ്തോത്രം ലോകത്തിന് ഒരു ഉണർവുണ്ടാകുവാൻ കാരണമായെങ്കിൽ, And if those words that were said by Charlie Kirk's wife and Graham Stain's wife was able to bring a revival across the nation, നമ്മുടെ ഭവനത്തിനകത്ത് സഭയ്ക്കകത്ത് ഒരു ഉണർവുണ്ടാകുവാൻ, and in order for the revival to happen within our homes and our churches, മുമ്പുള്ളവയൊന്നും ഓർക്കേണ്ട ദൈവങ്ങളെ, and do not remember the things that are former. നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോവാ. He is here to do something new for you. പഴയതൊന്നും ഓർക്കാതെ, Do not remember the old, പരുവതനെ കുറിച്ച് നിരൂപിക്കാതെ, and do not think and reflect upon the old. നിർജ്ജന പ്രദേശത്ത് ഞാൻ ഒരു വഴി ഒരുക്കാൻ പോവാ നിനക്ക്. And I will make a way forward in the dry and desert places. മരുഭൂമിയിൽ അസാധ്യമായിട്ട് ഞാൻ ഒരു വഴി ഒരുക്കാൻ പോവാ. And I will make an impossible road in the dry, dusty desert. കോപം കാണിക്കുന്ന ദൈവമല്ല, I am not a God who remains angry. കര കാണിക്കാൻ തയ്യാറാണ്. I am ready to show you compassion. അതേ മാനസാന്തരത്തിന്റെ കാലം വന്നിരിക്കുന്നു. Because the season of repentance is here. അവസാനത്തെ കാലം കർത്താവിന്റെ വരവിന്റെ കാലം വന്നിരിക്കുന്നു. And the last season is the time for his return. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us be prepared for നമ്മുടെ that. നാളുകളെ എണ്ണാം. Let us count our ഓ, days. ആ എണ്ണ നാളുകളെ എണ്ണി അതിനനുസരിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. And let us plan according to the numbering of our days. ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവധി എടുക്കാറുണ്ടല്ലോ. And when I myself work, make plans to take off. അവന്റെ വരവിന് വേണ്ടി നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. But let us be prepared for his return. നമ്മുടെ അതരത്തെ ഒന്ന് സൂക്ഷിക്കാം. And let us keep our heart. നിരൂപണത്തെ ഒന്ന് സൂക്ഷിക്കാം. And let us keep our thoughts. നമ്മുടെ ചിന്തകളെ ഒന്ന് സൂക്ഷിക്കാം. And let us maintain our നമ്മുടെ thoughts. കണ്ണുകളെ ഒന്ന് സൂക്ഷിക്കാം. And let us protect our നമ്മുടെ eyes. പ്രവൃത്തികളെ ഒന്ന് സൂക്ഷിക്കാം. And let us keep our deeds. നമ്മുടെ മുമ്പിൽ നിന്ന് പറയാം, And let us say before the Lord, കർത്താവേ, എന്നെ ശോധന ചെയ്യണമേ. Lord, please examine me. നമുക്ക് ഈ വചനത്തിനായി ഒന്ന് പ്രാർത്ഥിക്കാം. And let us pray for this word. ദൈവമേ, കേട്ട വചനത്തിന് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് And children of God, based upon these words that we ഒരു heard, പ്രാവശ്യം കൂടെ വിളിച്ചു പറയട്ടെ. let me say one more time വർഷങ്ങളായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, that I am preaching for years now, നമ്മൾ കേൾക്കുന്നുമുണ്ട്. and we are hearing also അവൻ മടങ്ങി വരാനുള്ള ഒരു കാലമായത്. that this is a time for repentance. വന്നേ പറ്റൂ. We must return. അല്ലെങ്കിൽ പകൽ കേട്ടതുപോലെ ബിരുദ പ്രാപിക്കാൻ കഴിയുകയില്ല. Otherwise, we will not be able to win that victory അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, and to be able to be taken up in his return, അവൻ ചെയ്ത പങ്കപ്പാടുകളെ ഓർത്തുകൊണ്ട്, and to remember what he underwent, അവന്റെ രക്തമൊക്കെ എന്നെ കഴുകി ശുദ്ധീകരിക്കാൻ മതിയാണെന്ന് മനസ്സിലാക്കി, and to know that his blood is all that is needed to wash us clean, അവൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കി, and to know that he has not returned yet. നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. And let us purify ourselves and go into the presence ഈ of the വചനങ്ങളെ Lord. ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. And let us pray. Father, as we come before your holy presence, God, Lord, we thank you and we praise you, Lord, for this word that is spoken to us. Lord, teach us